അതെ. എന്താ കല്യാണിയുടെ കോളേജിൽ PTA മീറ്റിംഗ് ഉണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാ. എന്താ 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 ഇവിടെ ഒരു ഒച്ചയിട്ടെ? ഒന്നുമില്ല, കല്യാണിയുടെ കോളേജിൽ PTA മീറ്റിംഗ് ഉണ്ട്, അതിന് പേരൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പോണം, അത് പറയാൻ വേണ്ടി വന്നതാ. അതിനാണോ ഇത്ര ഒച്ച? അതെങ്ങനെ? നിങ്ങൾ പോയാ മതി. നീ പോയാ മതി, നീയല്ലേ അവളുടെ തള്ള. അപ്പൊ നിങ്ങൾ ആരാ? നിങ്ങൾ ആരാന്ന് വെച്ചാ തീരുമാനിക്കും. നന്നേ എന്തൊരൊച്ച? എന്താ പോലീസ്. ചെറുപ്പത്തിൽ നിനക്ക് കൊലുസ് ഇഷ്ടമല്ലായിരുന്നല്ലോ? ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടമാണ്. ഓ, ആര് പിടിച്ചെന്നാടി? അരവിന്ദേട്ടൻ. കൊലുസ് അരവിന്ദേട്ടൻ മേടിച്ചെന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞെങ്കിൽ അഞ്ചിന് നിന്റെ സഞ്ചയനം നടത്തായിരുന്നു. പൊയ്ക്കോ. ദേ മനുഷ്യ, പൂവും കൊലുസും ഒക്കെ ആയിട്ടെ മാഷിന്റെ ചെക്കൻ അവളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കും. നടക്കൂല, ഈ കല്യാണം നടക്കൂല, 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 നടക്കൂല. വിളിച്ചാ? അമ്മേ, അവള് വിളിക്കുന്നില്ലല്ലോ. വിളിക്കുവടാ. അല്ലാത്തപ്പം മിനിറ്റിന് ബാലമാമ ബാലമാമ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നതാ. എന്താന്ന് ആർക്കറിയാം? അവളാ? മാറ്റിച്ചായ. ഓ, ഇന്ന് നടക്കില്ല. അതെ അതെ, ഇല്ല, ഇവിടെ ഭയങ്കര മഴയാ. ഞാൻ നാളെ ഇറങ്ങാം. ഓക്കെ. ഇവളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അച്ഛനെ വിളിക്കണത് അവളോട് പറയണ്ടായിരുന്നു, പറഞ്ഞതാ കുഴപ്പമായത്. നീ അല്ലാതെ ഈ മണ്ടത്തരം വല്ലവരും കാണിക്കൂ. ഓ, അതവളാ? ഹലോ, മീറ്റിംഗോ? അതും 10-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഓ, ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ. നമസ്കാരം. നമസ്കാരം സർ. നിങ്ങളാണോ വിളിച്ചിരുന്നത് ബാങ്കിൽ നിന്ന്? ഇരിക്കൂ. പെട്ടു. മാഷിന്റെ മകൻ അരവിന്ദ് ബാലൻ ഒരു ലോൺ എടുത്തിരുന്നു. 2/6/2024 എടുത്ത ലോണാണ്. ഇപ്പോ 1 വർഷം കഴിഞ്ഞിട്ടും മുതലിലേക്കോ പലിശയിലേക്കോ 1 രൂപ പോലും അടച്ചിട്ടില്ല. ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഓരോ അവധി പറയാ, പിന്നെ വിളിച്ചാ ഫോൺ എടുക്കില്ല. ഇനി ബാങ്കിന് നടപടിയിലേക്ക് പോവാതെ വേറെ നിവൃത്തിയില്ല. എത്രയാ തുക? മുതലും പലിശയും ചേർത്ത് 6,46,400 രൂപ വരും. എന്തു പറയാനാ? പെട്ടുപോയി. അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആകെ പാളിപ്പോയല്ലോ. അവളുടെ ഒരു കൊലുസ് പോയത് മിച്ചം. അപ്പൊ ഞാൻ അഭിനയിച്ചു തകർത്തതോ? ഓ, അരവിന്ദ. യോ, അച്ഛൻ വിളിക്കുന്നു. എന്താ അച്ഛാ? ഇവര് നിന്നെ അന്വേഷിച്ച് വന്നതാ. എനിക്ക് കുറച്ച് സമയം തരണം മാം. ബാങ്ക് നടപടിയിലേക്ക് പോവുക, അതുകൊണ്ടാ ഞാൻ വന്നത്. എമൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കിക്കോളൂ. ഇന്നത്തെ ഡേറ്റ് ആയിട്ടിരിക്കുന്നു. ശരിയാണ് സർ, താങ്ക് യു. അരവിന്ദ, എന്താ അച്ഛാ? ഇനിയെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞ് പണം ചെലവാക്കുമ്പോ ശ്രദ്ധിച്ചു വേണം. ശരി അച്ഛാ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് നല്ലതാണോ? ആ ബിസിനസ് ചെയ്താൽ നിനക്കെന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നൊക്കെ നോക്കണം. ഓക്കെ അച്ഛാ, നോക്കാം. എന്താ നീ ഗിഫ്റ്റ് കൊടുത്ത അച്ഛനോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു.
അച്ഛനോട് അരവിന്ദേട്ടൻ ചാരുവിന് കൊലുസ് കൊടുത്ത കാര്യം പറഞ്ഞപ്പോ അച്ഛൻ പണ്ട് അമ്മയ്ക്ക് കൊലുസ് കൊടുത്ത കഥ എന്നോട് പറഞ്ഞു. രാത്രി മഴയത്ത് വള്ളത്തില്. താങ്ക് യുടാ. എന്തിന്? എന്നെ കൊലുസരം പഠിപ്പിച്ച് നീയല്ലേ? ആ. ഞാൻ ശരി, പോയിട്ട് ശരി, വരാം. ശരി. അമ്മേ പറക്കായി. ഇതുപോലുള്ള അനിയന്മാരുണ്ടെങ്കിലേ കുറച്ചായിട്ട് നിനക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇപ്പം മനസ്സിലായോ വെള്ളിക്കൊലുസിന്റെ വില? 6,46,400 രൂപ. ആ, അതെ, ഇനി ഇത് ഇങ്ങനെ അങ്ങ് തുടരണ്ട, മനസ്സിലായോ? കൊള്ളാം. ആരെയും കാണുന്നില്ലല്ലോ. ചേച്ചി ദേ ആരോ വരുന്നു. ആരുമില്ലേ? ശാന്തപ്പൂ, ആരാ? അച്ഛനെന്തിയാ മോളെ? ചേച്ചി അച്ഛനെ കാണാൻ വന്നതാ. നീ പോയി വിളിക്ക്. അച്ഛാ. അല്ല, ആരാ ഇത്? സ്വാമി എന്താ ഈ വഴിക്ക്? ഞാനപ്പുറത്തെ ശിവരാമന്റെ വീട് വരെ വന്നാ ഒരു ജാതകം കൊടുക്കാനുണ്ടായിരുന്നു. ആണോ? ഇതിലെ പോകുന്ന വഴി ഒന്ന് കയറിയതാ. ഓ, എടി കുഞ്ഞോളെ, നീ കല്യാണിയുടെ ജാതകം നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, എന്നാ നീ അതിങ്ങി എടുത്തോണ്ട് വാ. ദാ സ്വാമി വന്നിട്ടുണ്ട്. വാ, അകത്തോട്ടിരിക്കാം. വാ. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം. ഭഗവാനെ, കല്യാണി ഉത്തര നക്ഷത്രം, മീനരാശി. പഠിക്കാൻ പഠിക്കുക, വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലെത്തും. 5 വയസ്സുള്ളപ്പോ ജലവുമായി ബന്ധപ്പെട്ട് വലിയൊരു അപകടം നടന്നിട്ടുണ്ടോ? ഇത് ഈ കുട്ടിയുടെ 2ാം ജന്മമാണ്. ആ, അതെ, പാല് കൊടുത്ത് ഉറക്കി കിടത്തി ഞാനൊന്ന് അപ്പുറത്തേക്ക് നീങ്ങിയതാ. തിരിച്ചു വന്നപ്പോ മോളെ കാണാനില്ല. അതും ഇതുപോലെ വെള്ളം കയറിയ സമയമായിരുന്നു. ഞാൻ നോക്കിയപ്പോ മോള് വെള്ളത്തിൽ മുങ്ങി താഴുക. ചാരു, നിനക്ക് ഓർമ്മയില്ലേ സംഭവം? ഞാൻ പറഞ്ഞില്ലേ, സ്വാമി എല്ലാം കൃത്യമായിട്ട് പറയും അല്ലേ സ്വാമി? ആ, ഈ കുട്ടിക്ക് ഇപ്പൊ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. മാംഗല്യം കഴിഞ്ഞ് വിദേശ യോഗം കാണുന്നുണ്ട്. ആ